കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റി പറഞ്ഞു, ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, അതിനെപ്പറ്റിയുള്ള ചെറിയ ബ്രീഫ് നോട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഫസ്റ്റ് നൗൺ ആണ്. നൗൺ എന്ന് പറയുന്നത് പേഴ്സൻ്റെയോ പ്ലേസിൻ്റെയോ തിങ്ങിൻ്റെയോ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അതായത് ക്യാച്ച്, പൊന്നു, കൊല്ലം, ബുക്ക് എന്നിവ. ഇനി നൗണ് തന്നെ പല രീതിയിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് പ്രോപ്പർ. അതായത് ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെ പേരാണത്. അത് ഡെഫിനിറ്റ് ആയിരിക്കും, അതിനെ മാറ്റാൻ പറ്റത്തില്ല. അതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ. ഇന്ത്യ, എവറസ്റ്റ്, ഡൽഹി, താജ്മഹൽ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. നമ്മൾ കോമൺ നൗൺ എന്ന് പറയുമ്പോൾ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പൊതുവായിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുമ്പോൾ. സിറ്റി അത് കോമൺ ആയിട്ടുള്ള ഒന്നല്ലേ. ബിൽഡിങ്സ് കോമൺ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നേഷൻ അതെല്ലാം കോമൺ ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് കോമൺ നൗൺ എന്ന് വിളിക്കുന്നത്. മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. അതായത് കോട്ടൺ കൊണ്ട് ഡ്രസ്സ് ഉണ്ടാക്കാം, വുഡ് കൊണ്ട് നമുക്ക് ഫേർണിച്ചർ ഉണ്ടാക്കാം, ഇനി ഗോൾഡ് കൊണ്ട് നമുക്ക് ജ്വല്ലറീസ് ഉണ്ടാക്കാം. അങ്ങനെയുള്ളതെല്ലാം മെറ്റീരിയൽ നൗൺസിലാണ് വരുന്നത്. ഇനി ലാസ്റ്റ് വേണം കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. വ്യക്തിയുടെയോ വസ്തുക്കളുടെയോ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതായത് ടീം, ക്രൗഡ്, ഗവൺമെൻറ് എല്ലാം ഒരു കളക്റ്റീവ് നൗൺസിന് എക്സാമ്പിളാണ്. കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് പ്രോപ്പർ നൗണിനെ കോമൺ നൗണായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഹി ഈസ് എ റിയൽ ഹിറ്റ്ലർ, കാളിദാസ ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. ഇത്രയാണ് നമ്മൾ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നൗണിൻ്റെ.